KT ഷാഹുൽ ഹമീദ് എഴുതിയ ചെറുകഥ ചോരപ്പന്ത്. കുന്നുകൾക്കപ്പുറത്തെ വിഹാരത്തിൽ നിന്നാണ് ബുദ്ധസന്യാസിമാർ വരുന്നത്. അവരുടെ കുങ്കുമ വസ്ത്രങ്ങൾ പോക്കുവെയിലിൽ തിളങ്ങുന്നത് ഞങ്ങൾ പാടത്തു നിന്ന് കണ്ടു. വൈക്കോൽ കെട്ടുകളേറ്റി നീങ്ങുമ്പോഴും ഉലയുന്ന വസ്ത്രങ്ങളുമായി കുന്നിറങ്ങുന്ന സന്യാസിക്കൂട്ടത്തെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. കുന്നിൻ ചെരുവിലെ കുറ്റിപ്പൊന്തകൾക്കുള്ളിൽ മറിഞ്ഞുകിടക്കുന്ന യുദ്ധവിമാനത്തിനരികിലൂടെ അവർ നീങ്ങുമ്പോൾ തുരുമ്പിച്ച വിമാനച്ചിറകുകളിൽ കോറിപ്പിടിച്ചിരിക്കുന്ന ദേശാടനക്കൊക്കുകൾ ചിറകടിച്ചുയർന്നു. വൈക്കോൽ കെട്ടുകൾ വേഗം കയറ്റാനായി ട്രാക്ടർ ഡ്രൈവർ ഞങ്ങളോട് ഒച്ച വെച്ചു. പാടത്തിനരികിലൂടെ പോകുമ്പോൾ ബുദ്ധസന്യാസിമാർ ഞങ്ങളെ നോക്കി തലകുനിച്ചു. ഞങ്ങളും തലകുനിച്ചു. പുഴക്കരയിലെ മരണവീട്ടിലേക്കാണവർ പോകുന്നതെന്ന് ഞങ്ങളുടെ കൂട്ടത്തിലെ മുതിർന്ന സ്ത്രീ പറഞ്ഞു. ട്രാക്ടറിന് മുകളിലേക്ക് കയറിയ ഞാൻ കൂട്ടുകാരനെയും വലിച്ചു കയറ്റി. വൈക്കോൽ കെട്ടുകൾ അടുക്കി വെച്ച് കയറുകൊണ്ട് ചുറ്റിക്കെട്ടാൻ തുടങ്ങി. കുന്നിൻ ചെരുവിറങ്ങി വരുന്ന നീല ജീപ്പ് എൻ്റെ കണ്ണിൽ തടഞ്ഞു. പോലീസ്! 2-3 ദിവസമായി ആ വണ്ടി ഇവിടെ കറങ്ങുന്നു. അത് പോലീസൊന്നുമല്ല. വേഗം കയറ് ചുറ്റിക്കെട്ടടാ, ഡ്രൈവർ ട്രാക്ടറിലേക്ക് കയറുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു. ട്രാക്ടർ പാടത്തൂടെ നീങ്ങി റോഡിലേക്ക് കയറുമ്പോൾ ജീപ്പ് അരികിലെത്തി. ജീപ്പിനുള്ളിലെ ചുരുണ്ട മുടിയുള്ള കറുത്ത യുവതിയെ കൂട്ടുകാരൻ എനിക്ക് കാണിച്ചു തന്നു. ജീപ്പിലെ മറ്റുള്ളവരെല്ലാം ഈ നാട്ടുകാരായിരുന്നു. അവർ ട്രാക്ടർ ഡ്രൈവറോട് എന്തോ ചോദിക്കുമ്പോൾ കറുത്ത യുവതി ഞങ്ങളെ ആകുലതയോടെ നോക്കുന്നുണ്ടായിരുന്നു. ആഫ്രിക്കയാണല്ലോടാ, എന്തൊരു കറുപ്പ്! ഇവളെന്തിനു ഇവിടെ വന്നടാ? ഞാൻ കൂട്ടുകാരനോട് ചോദിച്ചു. സൂര്യൻ അസ്തമിക്കുന്ന പാടഭാഗത്തേക്ക് ജീപ്പ് വേഗത്തിൽ നീങ്ങി. പണി കഴിഞ്ഞ് സഞ്ചികളെടുത്ത സ്ത്രീകളും പുരുഷന്മാരും വീടുകളിലേക്ക് മടങ്ങി. കുന്നുകയറാൻ തുടങ്ങിയ ട്രാക്ടറിന്റെ ശബ്ദം കേട്ട് വിമാനച്ചിറകളിൽ ഇരിക്കുന്ന ദേശാടനക്കൊക്കുകൾ വീണ്ടും പറന്നുയർന്നു. ഞാനും കൂട്ടുകാരനും പുഴയിലേക്ക് നടന്നു. ചവിട്ടുവഴിക്ക് ഇരുവശത്തുമുള്ള മുളങ്കാടുകൾക്കുള്ളിൽ നിന്ന് ചീവീടുകൾ കരയുന്നുണ്ടായിരുന്നു. പണ്ട് എൻ്റെയും ഇവൻ്റെയും വീടുകൾ ഈ ഗ്രാമത്തിൽ തന്നെയായിരുന്നു. പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങൾ അയൽഗ്രാമത്തിലേക്ക് പോയി. അവിടെ ഗവൺമെൻറ് പുതിയ വീടുകൾ വെച്ചു തന്നിരുന്നു. കൃഷിപ്പണി തുടങ്ങിയാൽ ഈ ഗ്രാമക്കാർ ഞങ്ങളെ വിളിക്കും. പണി കഴിയും വരെ ഞങ്ങളിവിടെ താമസിക്കും. വെള്ളം കയറി വരുന്നത് തടയാനായി അടുക്കി വെച്ച തുരുമ്പിച്ച ഷെല്ലുകൾ ചാടിക്കടന്ന് ഞങ്ങൾ പുഴയിലിറങ്ങി. പുഴപ്പരപ്പിൽ അങ്ങിങ്ങായി ചെറു ചെറു പുൽത്തുരുത്തുകൾ ഉണ്ടായിരുന്നു. പൊന്മാൻ മാനത്ത് ചിറകടിച്ച് വെള്ളത്തിലേക്ക് കൂപ്പ് കുത്തി വീണ് മീനുമായി പറന്നുയർന്നു. രാവിലെ പുൽത്തുരുത്തുകൾക്കിടയിൽ ഞങ്ങൾ വെച്ചിരുന്ന മീൻകൂടുകൾ നോക്കാനായി നടന്നു. കൂടയുമെടുത്ത് കൂട്ടുകാരൻ എന്നെ പിന്തുടർന്നു. എന്നാലും ആ പെണ്ണ് എന്തിനിവിടെ വന്നടാ? ഏത് പെണ്ണ്? ഞാൻ ചോദിച്ചു. ഹേയ്, ആഫ്രിക്ക. ചൂരൽ കൊണ്ടുള്ള മീൻകൂടിനുള്ളിൽ കുരുങ്ങിയ മീനിനെ പിടിക്കുമ്പോൾ അവൻ പറഞ്ഞു. വിരലുകൾക്കിടയിൽ കിടന്ന് മീൻ പിടഞ്ഞു. അതുപോലെ കറുത്ത ഒരാൾ ഗ്രാമത്തിൽ വന്നത് ഓർമ്മയുണ്ടോ നമ്മുടെ കുട്ടിക്കാലത്ത്? അവൻ മീനിനെ കൂടയിലേക്കിടുമ്പോൾ ചോദിച്ചു. മറ്റൊരു മീൻകൂട്ടിൽ കുടുങ്ങിയ മുഴുത്തൊരു മീനിനെ പുഴയിലിരുന്ന് പിടിക്കുമ്പോൾ ഞാൻ അവൻ പറഞ്ഞത് ആലോചിക്കുകയായിരുന്നു. സലായക്കിനെ. ഞാൻ അവനെ തലയുയർത്തി നോക്കി പറഞ്ഞു. അവൻ തലയാട്ടി ചിരിച്ചു. കൂടയിലേക്കിടുന്നതിനിടയിൽ എൻ്റെ കയ്യിൽ നിന്ന് വഴുതിയ മീൻ പുഴയിലേക്ക് ചാടി. ഛേ, നശിപ്പിച്ചല്ലോടാ. ഞങ്ങൾ പുഴയിൽ മുങ്ങിക്കുളിച്ചു, നീന്തി. ഇരുട്ട് മുളങ്കാടുകൾ കടന്ന് തേക്കിൻകാട്ടിലേക്ക് പരക്കുന്നുണ്ടായിരുന്നു. അക്കരെ എത്തിയ ഞങ്ങൾ തേക്കിൻകാട്ടിനുള്ളിലെ കുറുക്കന്മാരെ ഒച്ച വെച്ച് ഓടിച്ചു. തടിച്ച തേക്കുമരത്തിൻ്റെ പള്ളയിൽ എഴുതിയ അക്ഷരങ്ങൾ ചീർത്തു തെളിഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു. കൂട്ടുകാരന് അത് കാണിച്ചു കൊടുക്കുമ്പോൾ അക്ഷരങ്ങൾ ഞാൻ വായിച്ചു. സല. അപ്പോൾ കാട്ടിനുള്ളിൽ നിന്ന് ഗോൾ എന്ന അലർച്ച മാറ്റിൽ കൊണ്ടതോടൊപ്പം മരച്ചില്ലകൾ ആടി ഉലഞ്ഞു. ഞങ്ങൾ ഭയത്തോടെ വേഗം ഇക്കരയ്ക്ക് നീന്തി. രാത്രി പാടശേഖരത്തിനരികിലെ ഏറുമാടത്തിൽ കിടക്കുമ്പോൾ കൂട്ടുകാരനെ തലചരിച്ചു നോക്കി. അവൻ ഉറക്കത്തിലാണ്. കമിഴ്ന്നു കിടന്ന് മുളയഴികൾക്കിടയിലൂടെ മണ്ണിലേക്ക് കണ്ണു തുറന്നു. ഞണ്ടുകൾ വരിവരിയായി വരമ്പുകൾ കയറി നീങ്ങുന്നു. നിലാവ് പരന്ന മണൽപ്പരപ്പിലെ വിള്ളലുകൾക്കുള്ളിൽ നിന്നൊരു ശബ്ദമുയർന്നു. ഇത് സലായക്കിനി എൻ്റെ കൂടെ ക്ലബിൽ കളിക്കുന്നവനാ. നമ്മുടെ ഗ്രാമം കാണാൻ വന്നതാ. ഇളയച്ഛൻ അച്ഛനോട് അന്ന് പറഞ്ഞത് മൺവിള്ളലുകൾക്കിടയിൽ നിന്ന് വീണ്ടും ഉയരുന്നു.
മുകൾ നിലയിലെ മുറിയിൽ നിന്ന് പുസ്തകസഞ്ചിയുമായി മുറ്റത്തേക്കുള്ള കോണിപ്പടികൾ ഇറങ്ങുമ്പോഴാണ് അച്ഛന് മുന്നിൽ നിൽക്കുന്ന അവരെ ഞാൻ കാണുന്നത്. നഗരത്തിലെ ക്ലബിലെ ഫുട്ബോളറാണ് ഇളയച്ഛൻ. മറഡോണയെ പോലെയുള്ളതിനാൽ എല്ലാവരും ഡോണ എന്നാണ് വിളിച്ചിരുന്നത്. കൂടെയുള്ള കറുത്ത മനുഷ്യനെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ കണ്ടിരുന്നതേയില്ല. ഇത്രയും കറുത്തവരെ ഈ ഭൂമിയിലുണ്ടോ? ഞാൻ അയാളെ നോക്കി അന്തിച്ചു നിന്നു. അവർ ബാഗുകളുമായി മുകൾ നിലയിലേക്ക് കയറുമ്പോൾ കോടിപ്പടിയിൽ വെച്ച് ഇളയച്ഛൻ എന്നെ എടുത്ത് ചുംബിച്ചു. സലാക്ക് പരിചയപ്പെടുത്തി. അയാൾ ബാഗിൽ നിന്നൊരു 3-ാം നമ്പർ ഫുട്ബോൾ എടുത്ത് എനിക്കായി നീട്ടി ചിരിച്ചു. പല്ലുകൾ ആ മുഖത്ത് വെളുപ്പിൻ്റെ തിളക്കം പടർത്തുന്നത് കണ്ട് എൻ്റെ കണ്ണുകൾ തുറിച്ചു. മുറ്റത്ത് അമ്മയും പെങ്ങന്മാരും മുത്തശ്ശിമാരും പുസ്തകസഞ്ചി തൂക്കിയ കൂട്ടുകാരനും സലായെ അമ്പരപ്പോടെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. സലായും ഡോണയും പകൽ മുഴുവൻ ഞങ്ങളുടെ ഗ്രാമം കാണാൻ ബുള്ളറ്റിൽ ചുറ്റിയടിച്ചു. വൈകുന്നേരം മുറ തെറ്റാതെ പന്ത് തട്ടാനായി സ്കൂൾ മൈതാനത്തെത്തി. ഞാനും കൂട്ടുകാരനും മരച്ചോട്ടിൽ കിടക്കുന്ന തുരുമ്പിച്ച ടാങ്കിന് മുകളിലിരുന്ന് അവരുടെ കളികൾ കാണും. പന്ത് കറുമ്പൻ കാലുകൾക്കുള്ളിലിട്ട് കറക്കി സലാ കാണിക്കുന്ന മായാജാലങ്ങളും മുന്നേറ്റങ്ങളും ഞങ്ങൾ അതുവരെ ഗ്രാമത്തിലെ കളിക്കാരിൽ നിന്നും കാണാത്തവയായിരുന്നു. കാലുകൾ കൊണ്ടും ഉടൽ ചലനങ്ങൾ കൊണ്ടും മറ്റു കളിക്കാരെ കബളിപ്പിച്ച് അയാൾ ഗോൾ പോസ്റ്റിലേക്ക് ഉതിർക്കുന്ന തുളച്ചു കയറുന്ന ഷോട്ടുകൾ ഗോളുകളാവുമ്പോൾ ഞങ്ങൾ ഓടിച്ചെന്ന് സലായെ കെട്ടിപ്പിടിക്കും. എന്നും കളികൾ കഴിഞ്ഞ ശേഷം എന്നെയും കൂട്ടുകാരനെയും മറ്റു കുട്ടികളെയും മൈതാനത്തേക്ക് വിളിച്ച് ഇരുളുവോളം അയാൾ പന്തിനെ കാലുകൾക്കുള്ളിൽ മെരുക്കിയെടുക്കേണ്ട വിദ്യകൾ കാണിച്ചു തന്ന് പഠിപ്പിക്കും. ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് അയൽ ഗ്രാമങ്ങളിലേക്ക് സലായുടെ കളി നീക്കങ്ങൾ പടർന്നു പരന്നു. അവിടെ നിന്നും ആളുകൾ കളി കാണാൻ സ്കൂൾ മൈതാനത്തേക്കെത്തി. മറ്റു ഗ്രാമങ്ങളിൽ നടക്കുന്ന ടൂർണമെൻറ്റുകളിലേക്ക് സലായെയും ഡോണയെയും കൊണ്ടുപോവാൻ ആളുകളെത്തി. അവിടേക്ക് കളിക്കാൻ പോകുമ്പോൾ പലപ്പോഴും അവരെന്നെയും കൂടെ കൂട്ടി. പല കളികളിലെ ഫൈനലുകളിലും അവർ കപ്പുകൾ നേടി. കിഴക്കൻ പാടത്തെ കൊയ്ത്തിനിടയിൽ ഞങ്ങളുടെ കൂട്ടത്തിലെ സ്ത്രീക്ക് പാമ്പുകടിയേറ്റു. ഞാൻ അവരുടെ വലത് കണങ്കാലിൽ തുണികൊണ്ട് ചുറ്റിക്കെട്ടുന്നതിനിടയിൽ കൂട്ടുകാരനും മറ്റുള്ളവരും പാമ്പിനെ അടിച്ചു കൊന്നു. അതിനെ സഞ്ചിയിലേക്കിട്ട് എനിക്കരികിലെത്തി. സ്ത്രീയുമായി റോഡിലേക്ക് കയറുമ്പോൾ അകലെ നിന്നൊരു ട്രാക്ടർ വരുന്നുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൈവീശി കാണിച്ചു. സ്ത്രീയുമായി ട്രാക്ടറിന് പിറകിലേക്ക് ഞങ്ങൾ കയറി. വണ്ടി വിഷവൈദ്യൻ്റെ വീട്ടിലേക്ക് നീങ്ങി. അവരുടെ വലത് കാൽപാദങ്ങൾ നീല നിറമായി മാറിക്കഴിഞ്ഞിരുന്നു. സ്ത്രീയെ ഞങ്ങളെല്ലാം താങ്ങിപ്പിടിച്ച് ട്രാക്ടറിൽ നിന്ന് ഇറക്കി വിഷവൈദ്യൻ്റെ വീട്ടുമുറ്റത്തിരുത്തി. കൊത്തിയ പാടും സഞ്ചിയിലെ പാമ്പിനെയും പരിശോധിച്ച വൈദ്യൻ മരുന്നുകൾ എടുക്കാനായി അകത്തേക്ക് പോയി. സ്ത്രീയെ അടുത്തുള്ള മുറിയിലേക്ക് കിടത്താൻ വൈദ്യൻ അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞു. ഞങ്ങളെല്ലാം ചേർന്ന് അവരെ അങ്ങോട്ട് കിടത്തി. വൈദ്യൻ മരുന്നുകളുമായി വന്ന് ചികിത്സകൾ തുടങ്ങി. ഞാനും കൂട്ടുകാരനും സ്ത്രീയുടെ വീട്ടിൽ വിവരം അറിയിക്കാനായി ഇടവഴിയിലേക്ക് ഇറങ്ങി. വൈകുന്നേരമായപ്പോഴേക്കും വിഷമിറക്കി കളഞ്ഞ് വൈദ്യൻ കഴിക്കാനും തേക്കാനുമുള്ള മരുന്നുകൾ തന്നു. സ്ത്രീയെ വീട്ടിലേക്ക് ആക്കിക്കൊടുത്ത് ഞങ്ങൾ പുഴയിലേക്ക് പോയി. ഇരുളുവോളം പുഴയിൽ നീന്തി കളിച്ചു. തേക്കിൻ കൂട്ടങ്ങൾക്കുള്ളിൽ നിന്ന് മയിലുകൾ കരഞ്ഞുകൊണ്ടിരുന്നു. ഈറൻ വസ്ത്രങ്ങളുമായി ഞങ്ങൾ മുളങ്കാട്ടിലൂടെ നടന്നു. ഏറുമാടത്തിന് ചുവട്ടിലെ അടുപ്പിൽ രാത്രി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചന്ദ്രൻ കുന്നിൻ മുകളിലേക്ക് ഉദിച്ചുയർന്നു. 2 തീപ്പന്തങ്ങൾ പാടത്തൂടെ നീങ്ങുന്നതായി ഞാൻ കണ്ടു. കൂട്ടുകാരൻ തൊലി കളഞ്ഞ ഉരുളക്കിഴങ്ങുകളുമായി ഏറുമാടത്തിൻ്റെ പടികൾ ഇറങ്ങി വന്നു. ഞാൻ അടുപ്പിലേക്ക് വിറകുകൊള്ളികൾ വെക്കുന്നതിനിടയിൽ അവൻ മുറം കൊണ്ട് വീശി തീ പടർത്തി. അപ്പോഴാണ് കാലൊച്ചകൾ അരികിലേക്ക് വരുന്നതായി ഞങ്ങൾ അറിയുന്നത്. തീപ്പന്തങ്ങൾ ഞങ്ങൾക്കരികിലേക്കാണ് വരുന്നത്. രാപ്പക്ഷി കരഞ്ഞുകൊണ്ട് പാടത്തെ ഇരുളിലൂടെ പറന്നുപോയി. അതിൻ്റെ ശബ്ദം അകലങ്ങളിൽ മാറ്റൊലി കൊള്ളുന്നു. തീനാളങ്ങളുടെ വെളിച്ചത്തിൽ ആ മുഖങ്ങൾ തിരിച്ചറിഞ്ഞു. കറുത്ത യുവതിയും ഡ്രൈവറും ഈ ഗ്രാമത്തിലെ വൃദ്ധനുമായിരുന്നു അത്. അവർ ഞങ്ങൾക്കരികിലെത്തി. പണ്ട് പന്ത് കളിക്കാരനായ ഒരു കറുത്തവൻ ഗ്രാമത്തിൽ വന്നിരുന്നില്ലേ? വൃദ്ധൻ ചോദിച്ചു. വന്നിരുന്നു, കൂട്ടുകാരൻ പറഞ്ഞു. നിന്റെ വീട്ടിലല്ലേ താമസിച്ചിരുന്നത്? വൃദ്ധൻ എനിക്ക് നേരെ വിരൽ ചൂണ്ടി. അതെ, ഇവൾ അവൻ്റെ അനിയത്തിയാണ്. ഞങ്ങൾ യുവതിയെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇവിടെ വെച്ച് മരണമടഞ്ഞ അവൻ്റെ എല്ലുകൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഇവൾ വന്നിട്ടുള്ളത്. വൃദ്ധൻ പന്തം വീശി പറഞ്ഞു. എവിടെയാണ് ശവം അടക്കം ചെയ്തതെന്ന് ഗ്രാമത്തിലെ ആർക്കും ഇന്ന് ഓർമ്മയില്ല. അതറിയാവുന്ന നിന്റെ കുടുംബക്കാരും ഇന്നിവിടെയില്ല. അങ്ങനെ
ഞങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിലെത്തിയപ്പോഴാണ് നിന്റെ അച്ഛനും ഇളയച്ഛനും ജീവിച്ചിരിപ്പില്ല എന്നറിയുന്നത്. നിന്റെ അമ്മയാണ് പറഞ്ഞത് നീ ഇവിടേക്ക് പണിക്ക് പോയിട്ടുണ്ടെന്നും ശവം അടക്കിയ സ്ഥലം നിനക്കറിയാമെന്നും. കറുത്ത യുവതിയുടെ വിറയ്ക്കുന്ന ചുണ്ടിലേക്ക് നോക്കി നിൽക്കുന്ന ഞാൻ എൻ്റെ നിറയുന്ന കണ്ണുകൾ തുടച്ചു. വ്യാജ പാസ്പോർട്ട് ആയതുകൊണ്ടാണ് നാട്ടിലേക്ക് അയാളുടെ ശവം കയറ്റിയയക്കാൻ കഴിയാതിരുന്നതെന്ന് ഇളയച്ഛൻ ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു. അന്യനാട്ടുകാരനായതിനാൽ നമ്മുടെ ശവപ്പറമ്പിൽ അടക്കം ചെയ്യാൻ നാട്ടുകാർ അനുവദിച്ചതുമില്ല. എന്നിട്ട് എവിടെയാണ് അടക്കം ചെയ്തത്? ഡ്രൈവർ ചോദിച്ചു. പുഴയ്ക്ക് അക്കരെ. സ്ഥലം നിനക്കറിയില്ലേ? അറിയാം. ഡ്രൈവർ യുവതിയോടെല്ലാം അവരുടെ ഭാഷയിൽ വിശദീകരിച്ചു. അവൾ എനിക്കരികിലേക്ക് വന്നു. എൻ്റെ ഇരു കൈകളിലും പിടിച്ചു. എന്നെ അവളുടെ ശരീരത്തിലേക്ക് അണച്ചു പിടിച്ച് കാതിലെന്തോ പറഞ്ഞു. എനിക്കറിയാത്ത ഭാഷയായിരുന്നു അത്. യുവതി മുട്ടുകുത്തി നിലത്തിരുന്നു. മണ്ണിലേക്ക് നെറ്റിയമർത്തി എന്തോ പിറുപിറുത്തു. അതിരാവിലെ മുളങ്കാടിനുള്ളിലൂടെ നടന്നു നീങ്ങുന്ന എന്നെ 5 പേർ പിന്തുടർന്നു. ഇരുട്ടും മഞ്ഞും വിട്ടകന്നു പോരുന്നില്ല. രാത്രി മഴ പെയ്തതിനാൽ മുളച്ചില്ലകൾ വഴിയിലേക്ക് ചാഞ്ഞു തൂങ്ങിയിരുന്നു. പുഴയുടെ ശബ്ദം കാട്ടിനുള്ളിൽ നിന്നും വരുന്നുണ്ടായിരുന്നു. തുരുമ്പിച്ച ഷെല്ലുകൾ ചാടിക്കടന്ന് ഞങ്ങൾ പുഴയിലേക്ക് ഇറങ്ങി. മഞ്ഞിൻ പറ്റങ്ങൾ വെള്ളത്തിനു മുകളിലൂടെ ഒഴുകുന്നുണ്ടായിരുന്നു. വഴുക്കുന്ന പാറകളും പുൽത്തുരുത്തുകളും പിന്നിട്ട് ഞങ്ങൾ പുഴ കടക്കാൻ തുടങ്ങി. വെള്ളം ഉയർന്നിട്ടുണ്ട്. പല ഭാഗത്തും അരയോളം വെള്ളമുണ്ടായിരുന്നു. ഡ്രൈവറുടെ കൈ പിടിച്ച് കറുത്ത യുവതി എല്ലാവർക്കും പിറകെ വരുന്നുണ്ടായിരുന്നു. അക്കരയ്ക്ക് കയറിയ ഞാൻ തേക്കിൻ കാട്ടിലൂടെ ആ തേക്കിനരികിലേക്ക് നടന്നു. പച്ച മയിലുകൾ കരഞ്ഞുകൊണ്ട് ഉൾക്കാട്ടിലേക്ക് പറന്നു. നടന്ന് നടന്ന് ആ മരത്തിനരികിൽ ഞാൻ എത്തി. അവരെല്ലാം എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. കൂറ്റൻ തേക്കിൻ്റെ പള്ളയിൽ സല എന്നെഴുതിയത് ഞാൻ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തൊട്ടു. ആ മരത്തിൻ്റെ ശിഖരത്തിലേക്ക് ചില്ലകൾക്കിടയിലൂടെ നോക്കി. മരച്ചോട്ടിലെ പുല്ലുകൾ നിറഞ്ഞ സ്ഥലം ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു. 2 പേരും ആയുധങ്ങൾ തോളിൽ നിന്ന് താഴേക്ക് വെച്ചു. യുവതിയും ഡ്രൈവറും മറ്റൊരു മരച്ചുവട്ടിലേക്ക് മാറി നിന്നു. പുല്ലുകൾ വെട്ടിമാറ്റി മണ്ണ് കിളയ്ക്കാൻ വൃദ്ധൻ 2 പേരോടും പറഞ്ഞു. ഞാൻ പുഴയിലേക്ക് തിരിച്ചു നടന്നു. വൃദ്ധൻ എന്നെ വിളിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കാതെ പുഴയിലേക്ക് ഇറങ്ങി. പുഴ കടക്കുമ്പോൾ മുളങ്കാട്ടിലൂടെ ആളുകൾ സലായുടെ ശവവുമായി വരുന്നത് ഞാൻ കണ്ടു. മുളമഞ്ചത്തിൻ്റെ ഇരുവശത്തും താങ്ങി പിടിച്ചിരുന്നത് അച്ഛനും ഇളയച്ഛനുമായിരുന്നു. നല്ല ഒഴുക്കും കലങ്ങിയ വെള്ളവുമായിരുന്നു അന്ന് പുഴയിൽ. പുഴയുടെ നടുക്കെത്തിയപ്പോൾ ആഴം കൂടുതലുള്ളതിനാൽ എന്നോട് പാറയിലിരിക്കാൻ ഇളയച്ഛൻ പറഞ്ഞു. എല്ലാവരുടെയും നെഞ്ചോളം വരെ വെള്ളമുണ്ടായിരുന്നു. അവർ അക്കരെ കടന്ന് തേക്കിൻകാട്ടിനുള്ളിലേക്ക് മറയുന്നത് നോക്കി ഞാനിരുന്നു. നിറയുന്ന കണ്ണുകളുമായി മാനത്തേക്ക് നോക്കി കരഞ്ഞു. മറവ് ചെയ്തു കഴിഞ്ഞ് എല്ലാവരും പുഴയിലേക്ക് മടങ്ങി വന്നു. വെള്ളത്തിലൂടെ നടന്ന് നടന്ന് അവരെന്നെ കടന്നുപോയി. ഒടുവിൽ നടന്നെത്തിയ ഇളയച്ഛൻ എനിക്ക് അരികിലിരുന്ന് കരഞ്ഞു. ഞാൻ പാറയിൽ നിന്ന് എഴുന്നേറ്റ് പുഴയിലേക്ക് എടുത്ത് ചാടി. നീന്തി നീന്തി അക്കരയ്ക്ക് കയറി. തേക്കിൻ കാട്ടിലൂടെ ഓടുമ്പോൾ ഇളയച്ഛൻ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. മണ്ണ് കൂനയാക്കിയിട്ട തേക്കിൻ ചോട്ടിൽ ഞാൻ വഴുതി വീണു. കയ്യിൽ തടഞ്ഞ കല്ലുകൊണ്ട് തേക്കിൻ പള്ളയിൽ എഴുതി സല. പാടങ്ങളിലെയെല്ലാം കൊയ്ത്ത് കഴിഞ്ഞ് കൂലിപ്പണവും വാങ്ങി 2 നെല്ലിൻചാക്കുകളുമായി ഞങ്ങൾ ഗ്രാമത്തിൽ നിന്ന് യാത്ര തിരിച്ചു. കുന്നുകൾ കയറിയിറങ്ങി പാടപ്പരപ്പുകൾ പിന്നിട്ട് ബസ് വേഗത്തിൽ നീങ്ങി. 3 മണിക്കൂറോളം യാത്ര ചെയ്യണം ഞങ്ങളുടെ ഗ്രാമത്തിലെത്താൻ. വെളിമ്പ്രദേശത്തെ കുറ്റിക്കാടുകൾക്കുള്ളിലെ ബോംബുകൾ വീണുണ്ടായ വലിയ കുഴികളിൽ മഴവെള്ളം തളം കെട്ടിക്കിടപ്പുണ്ടായിരുന്നു. ബസ്സിനകത്ത് അടിയിട്ട നെല്ലിൻചാക്കുകൾക്ക് മുകളിലിരുന്ന് പുറത്തേക്ക് നോക്കുന്നതിനിടയിൽ അരികിലിരിക്കുന്ന കൂട്ടുകാരൻ എന്നെ വിളിച്ചു. ഇവിടെ വെച്ചല്ലേ സല? അന്നൊരു ടൂർണമെന്റ് കഴിഞ്ഞ് ഗ്രാമത്തിലേക്ക് മടങ്ങുകയായിരുന്നു. കപ്പു നേടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു എല്ലാവരും. കടുത്ത ക്ഷീണത്താൽ എല്ലാവരും ഉറങ്ങിപ്പോയ സന്ധ്യയിൽ സല ജീപ്പിൽ നിന്ന് ചാടി ഇറങ്ങുകയായിരുന്നു. മടിയിൽ വെച്ച പന്ത് പുറത്തേക്ക് തെറിച്ചിരുന്നു. ഡ്രൈവർ വണ്ടി നിർത്തി പോവല്ലേ എന്ന് വിളിച്ചു പറഞ്ഞതാ. അത് കേൾക്കാതെ സല പന്തെടുക്കാൻ കുറ്റിപ്പൊന്തകൾക്കിടയിലേക്ക് പാഞ്ഞു. പശുക്കൂട്ടങ്ങൾ റോഡിന് നടുക്ക് കൊമ്പ് ഓർക്കുന്നു. ബസ് നിർത്തി. ഡ്രൈവർ ഹോൺ മുഴക്കി. പശുക്കൾ വഴിമാറി. ബസ് വീണ്ടും ഓടാൻ തുടങ്ങി. പൊട്ടിത്തെറി കേട്ടാണ് ഞാനും ഇളയച്ഛനും ജീപ്പിൽ നിന്ന് ഇറങ്ങിയത്. ചോര പുരണ്ട പന്ത് കുറ്റിപ്പൊന്തകൾക്കുള്ളിൽ നിന്ന് ഞങ്ങൾക്കരികിലേക്ക് തെറിച്ചു വന്നു. പന്ത്
ചോരത്തുള്ളികളുമായി റോഡിൽ കറങ്ങിക്കൊണ്ടിരുന്നു. നമ്മൾ ഇതുവരെ കേട്ടത് KT ഷാഹുൽ ഹമീദിൻ്റെ ചെറുകഥ ചോരപ്പന്ത്.